ശ്രീ വാതിൽ തുറക്ക്. ശ്രീ മോളെ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ ശ്രീ, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. എടാ, ചവിട്ടി തുറക്ക. ശ്രീ ദീപകേ, ഇവക്കൊരു 5 പൈസയുടെ കുറവുണ്ടോടാ? ഒരുമാതിരി കിളി പോയതുപോലെ. നാണോ അമ്മേ? ഓ, കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള വെപ്രാളം. എന്തായാലും ഒരു പാവ കേട്ടോ. മിണ്ടല്ലേടിന്ന് ഞാൻ പറഞ്ഞ ആട്ടുംകുട്ടിയെ പോലെ അലച്ചു തല്ലി വീണ് ചാവോന്ന എന്റെ പേടി. ഏയ്, വിരട്ടേണ്ട ആവശ്യമൊന്നുമില്ല അമ്മേ. പഞ്ചപാവം പെണ്ണ. എന്തായാലും നീ ഹാപ്പി അല്ലേടാ? ഹാപ്പി ആണോന്നോ? ഇതിൽ പല ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ, കണ്ടോ, ഇതൊക്കെയാണ് ഭാഗ്യം ചെയ്ത ജന്മം. ഇവിടെ നിന്റെ ജീവിതം സന്തോഷായപ്പോ അവിടെ ആ ശ്രീലക്ഷ്മിയുടെ ജീവിതം കോഞ്ഞാട്ടയായി. പോയവരാരെയും തിരിച്ചു കാണുന്നില്ലല്ലോ. അതാ ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ കൂടി പോവാത്. അച്ഛൻ പോയാൽ ശരിയാവില്ല. അച്ഛൻ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ക്ഷമ കിട്ടില്ല. എന്നുവെച്ചാ എന്റെ മോള് കരഞ്ഞു തകർന്ന് ജന്മം തൊലച്ച് അവന്റെ പുറകെ നടക്കണോടി. ഏതെങ്കിലും തന്തയ്ക്കോ തള്ളയ്ക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോടി ഇത്? ഇങ്ങനെയൊക്കെ വരുമ്പോഴാ ഒരുത്തനെ തീർത്തിട്ട് ജയിലിലേക്ക് പോണത്. അച്ഛൻ ജയിലിൽ പോയാ ശ്രീലക്ഷ്മിയുടെ ജീവിതം രക്ഷപ്പെടൂ? നഷ്ടപ്പെടുന്നതേ ഞങ്ങൾക്കായിരിക്കും. പിന്നെ ഇതുപോലുള്ള ചതിയന്മാരെ വെറുതെ വിടണമെന്നാണ്. അച്ഛാ, ലക്ഷക്കണക്കിന് രുക്മിണിമാരും ഹരീഷുമാരും നിറഞ്ഞിരിക്കുന്ന ദ്രോഹികളുടെ ലോകമാണ് ഈ ലോകം. എല്ലാത്തിനും നമുക്ക് കൊന്നുകളയാൻ പറ്റുമോ? ഒരാശ്വാസത്തിന് വേണ്ടി ദൈവം ഇവർക്കിട്ട് പണി കൊടുക്കുമെന്ന് വിശ്വസിക്കാം. അതൊരാശ്വാസത്തിന് വേണ്ടി മാത്രമാണ്. എന്റെ ഒരു ഊഹം പറഞ്ഞ ദൈവം മച്ചം പറത്തിരുന്ന് ഉറങ്ങുക. ഇതൊന്നും കാണുന്നേ ഇല്ല. മോള് അല്ല, അവനെന്ത് പറഞ്ഞൂടാ ഹരീഷ്? അവനെന്ത് പറയാ? അവനല്ലേ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ? അതല്ല, അവന്റെ സമ്മതത്തോടെയാണോ പെറ്റീഷൻ അയച്ചതെന്ന് അതാ അച്ഛൻ ചോദിച്ച്. അവൻ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞ അവൻ തന്നെയാ പെറ്റീഷൻ അയച്ചെന്ന്. മോള് അമ്മക്കറിയാതെ ഒന്നോ രണ്ടോ ചിലപ്പോ ഒരു മാസം കൊണ്ടോ നമ്മുടെ കുട്ടിയുടെ മനസ്സ് അവളുടെ വരുതിയിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മോളിത് തരണം ചെയ്യണം. തരണം ചെയ്തേ പറ്റൂ. അല്ലേ ഋതുമോളെ? അതെ വേണമെങ്കിലേ. പക്ഷെ അതിന് നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ടും ശ്രീക്കുണ്ടാവണം. അതിലെന്താ സംശയം? നമ്മളെല്ലാവരും ശ്രീമോളുടെ ഒപ്പം ഉണ്ടല്ലോ. രണ്ട് വന്യമൃഗങ്ങളുടെ വായിന്ന് സ്ത്രീ രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ശ്രീ നല്ല വിൽ പവറോടെയും കോൺഫിഡൻസോടെയും നിൽക്കണം. മനസ്സ് പതറും. പക്ഷെ ഞങ്ങളെല്ലാവരും നിന്റെ ഒപ്പമുണ്ട്. വാശിയോടെ ജീവിക്കണം. നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതമാവണം ഇനി ഉണ്ടാവേണ്ടത്. നാണം കെടുത്തിയവന്റെ മാറ് പിളർന്ന് ആ ചോര കണ്ട് മുടി കെട്ടിയ പാഞ്ചാലിയുടെ കഥ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാ. ഒരു തോൽവി 1000 വിജയങ്ങളുടെ ആരംഭം. ഇനി ശ്രീ ജീവിക്കേണ്ടത് ജയിക്കാനായിരിക്കണം. ഋതു, 10 മിനിറ്റ് ഞാനൊന്ന് കിടന്നോട്ടെ.
ശരി, പോയി കിടന്നു. ആ രുക്മിണിക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. ഞാനിപ്പോ അതാ ആലോചിക്കുന്നത്. അതിന് നമുക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടും ജയേട്ടാ. ജയേട്ട സമാധാനമായിട്ട് നിൽക്ക്. രാധമ്മ വിഷമിക്കല്ലേ. ഇതിലും വലുത് വേറെന്തെങ്കിലും വരാനിരുന്നെങ്കിലോ? അതെ, കണ്ണില് കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് മാത്രം കരുതിയാ മതി. ആ അലവലാതി പോട്ടെ. ശ്രീലക്ഷ്മിക്ക് നമുക്ക് നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിക്കണം. ആ അതെ, ഹരീഷ് മക്കുണായി. അവനെ കണ്ട് ആർക്കായാലും കൊടുക്കാൻ തോന്നും. ഉണ്ടാ കണ്ണും കാക്കയുടെ നോട്ടവും. വേണുവേട്ടൻ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ. അല്ല, മോള് വാതിൽ കുറ്റിയിട്ടില്ല. ശ്രീ, മോളെ ശ്രീ, മോളെ ശ്രീ, വാതിൽ തുറക്ക്. ശ്രീ, 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 വാതിൽ തുറക്ക്. ശ്രീ, വാതിൽ തുറന്നേ. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോളെ. വാതിൽ തുറന്നേ. വാതിൽ തുറക്ക്. ശ്രീ വാതിൽ തുറക്ക്. ശ്രീ മോളെ വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. തുറക്ക് വാതിൽ. ശ്രീ, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. ചവിട്ടി തുറക്ക. ശ്രീ, ശ്രീ, ഇറങ്ങ്. നീ എന്തേ കാണിച്ച? എന്നെ മരിക്കാനും സമ്മതിക്കത്തില്ലേ ശ്രീ? മറ്റുള്ളവരുടെ മനസ്സ് കീറി പറിച്ച് മരിക്കാൻ ആർക്കും എളുപ്പാ. പക്ഷെ ജീവിക്കാനാ വലിയ പാട്. നീ കെട്ടി തൂങ്ങി മരിച്ച നിന്റെ അച്ഛനും ഈ പാവപ്പെട്ട അമ്മയും പിന്നെ എന്തിനാ ജീവിക്കുന്നേ?